അതായത് എന്റെ ഹണി റോസ് ജോസഫ് എന്നാണ് എന്റെ പേര്. ഞാൻ അപ്പൊ അത് പുള്ളിക്കാരി ഹണി റോസ് പറയും, ഞാൻ ഹണി റോസ് ജോസഫ്. അപ്പൊ വന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പേര് കാരണം. കൺട്രോളേഴ്സ് മാറി വിളിക്കുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവര് പോകുമ്പോ പ്രതീക്ഷിക്കുന്നത് എന്നെ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലല്ലോ. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചപ്പോൾ അതില് ഇത് ഒരു പാർട്ട് മാത്രമാണ്. ഈ ഒരു അബ്യൂസിങ് സംഭവങ്ങൾ ഒരു പാർട്ടാ. അതിനേക്കാളും വലിയ വിഷയങ്ങളുണ്ട്. അത് ആരും ചർച്ച ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ടോയ്ലറ്റ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വേറെ ഉണ്ട്. ഈ സൗകര്യങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കിട്ടാതെ ആവുന്നത് ആക്ച്വലി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായിരുന്നു. അല്ല, എനിക്ക് പേഴ്സണലി അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്നു തന്നിട്ടില്ല. നടിയാണോ നടനാണോ? നടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലേഡീസും സമ്മതിക്കുന്നില്ല. ആക്ച്വലി എപ്പോഴും നടന്മാരുടെ പേരുമാണ് എപ്പോഴും വരുന്നത്. പെൺകുട്ടികൾ സമ്മതിക്കുന്ന ഈ പ്രശ്നം പല പ്രശ്നങ്ങൾ പറയുന്ന പല ആൾക്കാരും വരെ ചെയ്തിട്ടില്ല. അവര് ഞങ്ങൾക്ക് ഒരിക്കലും ജനറേറ്റർ ഓഫ് ചെയ്തു. അതായത് കാരവാനിൽ തന്നു, എക്സ്ചേഞ്ചിന് തന്ന് ജനറേറ്റർ ഓഫ് ചെയ്തു പറഞ്ഞു കറണ്ട് ഇല്ല. കാരണം അപ്പുറത്തെ കാരവാനിലുള്ളത് ഇവിടെ മാത്രമായിട്ട്, അതായത് ഒരേ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ടതാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. വായിച്ചപ്പോൾ അതില് ഇത് ഒരു പാർട്ട് മാത്രമാണ്. ഈ ഒരു അബ്യൂസിങ് സംഭവങ്ങൾ ഒരു പാർട്ടാ. അതിനേക്കാളും വലിയ വിഷയങ്ങളുണ്ട്. അത് ആരും ചർച്ച ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ടോയ്ലറ്റ് ഇഷ്യൂസ്, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് വേറെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് എനിക്കൊന്നും അതിന് നിങ്ങൾക്ക് മീഡിയക്ക് അതിലില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, പുതിയ സെറ്റില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നില്ല പുതിയ നല്ല പ്രൊഡക്ഷൻ കമ്പനികൾ? നല്ല പ്രൊഡക്ഷൻ അത് പറയാൻ പറ്റില്ല. അത് ഡിപ്പെൻസ് ആക്ച്വലി. കാരണം നമുക്ക് ചിലപ്പം ചില സ്ഥലത്ത് നമുക്കിപ്പോ വണ്ടി പോവില്ല, കാരവൻ പോവാത്ത സ്ഥലങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോണ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വാഷ്റൂം ഒക്കെ പോകണം. ഇപ്പൊ കാടുകളൊക്കെ ഷൂട്ട് ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് സംഭവിക്കാം. ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഒക്കെ ഇപ്പം ബയോ ടോയ്ലറ്റ്സ് ഒക്കെ അവര് ഇതിന്റെ നമ്മുടെ എന്താ ഗുരുവായൂരമ്പലത്തിലൊക്കെ അവര് സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഒക്കെ അവര് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഈ 4.5 കോടി ചെലവായത് ഗുരുവായൂർ അമ്പലം ഫുഡ് അതിന്റെ സംവിധാനങ്ങൾ, അതായത് വരുന്ന മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും, പാർക്കിംഗ്. അപ്പൊ 4.5 കോടിയുടെ സെറ്റ്. അപ്പൊ ഞാൻ പുള്ളിയോട് ചോദിച്ചു, ഈ 4.5 കോടിയുടെ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാലോ ഇതിന് എന്തിനാ 4 കോടി? അന്നേരമാണ് പുള്ളി പറഞ്ഞു, ഇത് ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കാനുണ്ടായ 4 കോടി അല്ല, ആ സെറ്റ് ഉണ്ടാക്കിയതും അവിടെ ഷൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ഒക്കെ വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ ഈ സൗകര്യങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇപ്പൊ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കിട്ടാതെ ആവുന്നതും ആക്ച്വലി ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായിരിക്കും. ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെ വന്നാലും ഒരു കെയർ ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രശ്നം മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് എന്തായാലും ഇതാക്കുന്നത് ഈ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അതുപോലെ ഡാൻസേഴ്സ്, ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്ന പിള്ളേരുണ്ടല്ലോ, അവർക്കൊക്കെയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട്. അവർക്കൊക്കെയാണ് ഡ്രസ്സ് മാറാനോ അല്ലെങ്കിൽ ഞാൻ MLA മണി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അകത്താ ഷൂട്ട് വരുന്നത് കാടിന്റെ ഉള്ളിലാണ്. അപ്പം മനുഷ്യന്റെ കാരവാന അവിടെ ഉള്ള. അപ്പൊ എനിക്ക് വാഷ്റൂം പോകാൻ വേണ്ടി ഞാൻ മനുഷ്യനോട് ചോദിച്ചപ്പോ എവിടെയാ പോകേണ്ടത്, അതായത് ഫുൾ കാട് ഇതാണല്ലോ. അപ്പൊ കോസ്റ്റ്യൂം ഈ പറഞ്ഞ പോലെ തന്നെ അന്ന് ഈ പറഞ്ഞ പോലെ അമ്മ ജസ്റ്റ് ഇത് പിടിച്ചു വന്ന് തുണി പിടിച്ച് ഞാൻ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടില്ല. വാഷ്റൂമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ പറഞ്ഞ പോലെ അവിടെ ചോദിച്ചപ്പോൾ പുള്ളി തുറന്നു വന്ന് ഞാൻ അവിടെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ അടുത്ത് ആരൊക്കെയോ പറയുന്നത് കേട്ടു, ഈ ആർട്ടിസ്റ്റുകൾക്ക് മറ്റേ ഇവരൊന്നും അതായത് തുറന്നു കൊടുക്കുന്നില്ല. നടിമാരില്ലേ നടന്മാരൊന്നും എനിക്ക് പേഴ്സണലി അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. തുറന്നു തന്നിട്ടില്ല. നടിയാണോ നടനാണോ? നടി തന്നെയാണ്. ഏറ്റവും കൂടുതൽ ലേഡീസും സമ്മതിക്കുന്നില്ല. ആക്ച്വലി എപ്പോഴും നടന്മാരുടെ പേരുമാണ് എപ്പോഴും വരുന്നത്. പെൺകുട്ടികൾ സമ്മതിക്കുന്നത് ഈ പ്രശ്നം പല പ്രശ്നങ്ങൾ പറയുന്ന പല ആൾക്കാരും വരെ ചെയ്തിട്ടില്ല അവര്. ഭയങ്കര വിഷമം തന്നെ. കാരണം ഞങ്ങള് കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോ വലിയ ക്രൂ ആയിരുന്നു. അവിടെ ഒരൊറ്റ വാഷ്റൂമേ ഉള്ളൂ. എല്ലാ 100 പേരുള്ള ക്രൂ ആയിരുന്നു. അപ്പൊ എല്ലാ ആണുങ്ങളും അവിടെയാണ് പോകുന്നത്. നമുക്ക് ഒരിക്കലും ഒരു കംഫർട്ട് തോന്നില്ല പോകാനായിട്ട്. കാരവൻ 4 കാരവൻ എന്തോ ഉണ്ട്. അപ്പോൾ ശരി, ഓക്കെ, നമ്മൾ വാഷ്റൂം പോകാൻ വേണ്ടി മാത്രമേ ചോദിച്ചോളൂ. അപ്പൊ ആദ്യത്തെ ദിവസം ഓക്കെ പറഞ്ഞു. 2ാം ദിവസം ചെന്നപ്പോഴത്തേക്കും പിന്നെ ഇത് അവർക്ക് ഇഷ്ടപ്പെടാതെയായി. 3ാം ദിവസം പുള്ളിക്കാരി അവിടെ ഇല്ല. അപ്പൊ പുള്ളിക്കാരി വന്ന് പെർമിഷൻ ചോദിച്ചാൽ ഓപ്പൺ ചെയ്യും ഹിന്ദി.
വാഷ്റൂമിൽ പോകുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. അതുമല്ല ക്യാരവൻ അല്ലേ, അവരെന്നെ അത് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ വൃത്തിയാക്കി ഇടുകയും ചെയ്യും. ഇവർക്കൊന്നുമില്ല പോവാ ഉപയോഗിക്കുക. അവര് അടുത്ത ആള് വരുമ്പോഴത്തേക്ക് ഇവര് വൃത്തിയാക്കി ഇടുമല്ലോ. ഭയങ്കരമായിട്ട് തോന്നി. ഞാനിത് ചോദിച്ചതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്ത് എന്റെ ഒരു കൂട്ടുകാരനെ ഒരു സിനിമയുടെ സെറ്റിൽ പോയി. അവള് രണ്ട് സീനിലേ ഉള്ളൂ, ലാലേട്ടൻ പടോ. പക്ഷെ അവിടെ ചെന്നപ്പം ഇദ്ദേഹത്തിന് ക്യാരവാൻ സംവിധാനം, ഐ മീൻ 2 ദിവസം ഷൂട്ടേ ഉള്ളൂ, സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാരവാൻ്റെ ഒരു റൂം തുറന്നു കൊടുത്തു. അപ്പൊ ഞാനും കൂടി, അപ്പൊ ഞാൻ ചേട്ടൻ നിങ്ങൾക്കൊക്കെ ക്യാരവാൻ ഉണ്ടോ ഇൻഡസ്ട്രിയിൽ? കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുമ്പിട്ടാ. അപ്പൊ ഞാൻ ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ചേട്ടൻ അന്ന് ഞാൻ പോയപ്പോൾ ഈ പുള്ളിക്ക് ക്യാരവാൻ ഷൂട്ട് മേക്കപ്പ് ഇടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കാത്തത്? പക്ഷെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളും ഡാൻസേഴ്സും അവർക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. ആക്ച്വലി അത് ഫേസ് ചെയ്യുന്ന കൂടുതലും അവരെ. ബാക്കി ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ കൺട്രോളേഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മളെ ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ജനറേറ്റർ ഓഫ് ചെയ്തു. അതായത് കാരവാൻ തന്നു, എക്സ്ചേഞ്ചിന് വേണ്ടി തന്ന് ജനറേറ്റർ ഓഫ് ചെയ്തിട്ട് പറഞ്ഞു കറണ്ട് ഇല്ല. കാരണം അപ്പുറത്തെ കാരവാനിലുള്ളത് ഇവിടെ മാത്രമായിട്ട്, അതായത് ഒരേ ഇതിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് 2 ഇതാണ് അപ്പുറത്ത്. അപ്പൊ ഭക്ഷണം എന്തോ തരുന്ന ഭക്ഷണം അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു ഞങ്ങള്. അപ്പൊ അവര് പറഞ്ഞു ഭക്ഷണം കാരവാനിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അതും അപ്പുറത്തെ റൂമിൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് മാത്രം. അപ്പം ഞങ്ങൾക്കാണ് പ്രശ്നം. അപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വാഷ്റൂം പ്രശ്നം. കാരണം ഈ പറഞ്ഞ കോവിഡ് കഴിഞ്ഞ സമയം ഒറ്റ വാഷ്റൂം, ഒരു വീട്ടിലെ ഷൂട്ട്. അപ്പൊ ഒരു വാഷ്റൂമേ ഉള്ളൂ. അതായത് അവിടെയാണ് എല്ലാവരും പോകുന്നത്. അവസാനം ആ വീട്ടിലെ ചേച്ചിക്ക് എന്നെ പരിചയം ഉണ്ടായിരുന്നു. കാരണം ചേച്ചി ഈ സീരിയലൊക്കെ കാണുന്നുണ്ട്. ചേച്ചിയുടെ കുക്കറി ഷോന്റെ ഫാനായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് വെച്ചപ്പോ ചേച്ചി ഒരു ഇത് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തന്നു. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടികൾ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരാറില്ലേ. ഈ ഓണമായ സ്ഥിതിക്ക് നമുക്ക് ഓരോ ചപ്പാത്തിയൊക്കെ കഴിച്ചുകൊണ്ട് ഓണം ചപ്പാത്തി എടുത്ത് വേണ്ട ഞങ്ങൾ എടുത്തോളാം കേട്ടോ. ഇവരൊക്കെ അങ്ങനെയല്ല, എനിക്കിത് കറി എനിക്കേ മീനുള്ളൂ. അപ്പൊ നീ തൊടണ്ട, നിങ്ങൾക്ക് തരില്ല. അപ്പൊ ഈ പുറകിൽ നിൽക്കുന്നവരുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞങ്ങൾ ഈ ആഹാരം കഴിക്കുകയാണ്. ചപ്പാത്തി ആയതുകൊണ്ട് അവർക്ക് യാതൊരു താല്പര്യം. ഇത് കഴിയുമ്പോ നമ്മൾ പുറത്തിറങ്ങി തട്ടുദോശ മേടിച്ചു കൊടുക്കും. അപ്പം ഈ ഫുഡ് ബ്ലോഗ് കുക്കറി ഷോ ഒക്കെ ചെയ്യുമ്പോഴേ ഈ അമ്മമാര് പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവില്ലേ? അപ്പൊ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ ഈ സീരിയൽ നടിയാ സിനിമ നടിയാന്ന് അറിയാതെ ഈ കുക്കറി ഷോ ചെയ്യുന്ന മാത്രം ആളാണെന്നുള്ള രീതിയിൽ വല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു? സംഭവിക്കാറുണ്ട്. അവരെന്താ പറയണേ? അവർക്ക് അല്ല ലൈക്ക് അവര് കുക്കിങ്ങിന്റെ കാര്യം ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ സംഭവങ്ങൾ വരുമ്പോ അവർക്ക് പല ആൾക്കാർക്കും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് പിന്നെ സ്നേഹിക്കാം. ഇതൊരു സിനിമ ചെയ്തിട്ട് ഇപ്പോഴും സ്റ്റാർ മാജിക്കിൽ മാത്രമാണ് ആക്ച്വലി എനിക്ക് ചില സമയത്ത് വന്നിട്ടുണ്ട്. അവരുടെ പോസ്റ്റ് വന്നപ്പോഴേ അവര് പോസ്റ്റ് ഇട്ടതുപോലെ തന്നെ ഈ ഒരു സിനിമ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഉണ്ടല്ലോ, ആ ഇഷ്യൂവിനെ പറ്റി ഇന്റർവ്യൂ കൊടുത്തപ്പം അതിന്റെ ഒരു പോസ്റ്റ് വന്നപ്പോ അതിന്റെ താഴത്തെ ഒരു കമന്റാ ഇവളൊക്കെ ഏത് സിനിമ ചെയ്തതെന്ന്. ഞാൻ എന്നെക്കാൾ കൂടുതൽ മലയാള സിനിമ ചെയ്തിരിക്കുന്ന അവളാ. അപ്പൊ ഞാൻ എന്ത് ഒരു സിനിമ ചെയ്യാത്ത ആള് സംസാരിക്കാൻ. അതായത് എന്റെ ഹണി റോസ് ജോസഫ് എന്നാണ് എന്റെ പേര്. ഞാൻ അപ്പൊ അത് ഇല്ല, പുള്ളിക്കാരുടെ ഒറിജിനൽ നെയിം തന്നെയാണ്. പുള്ളിക്കാരുടെ ഒറിജിനൽ പേര് ഹണി റോസ്. പുള്ളിക്കാരി ഹണി റോസ് വർഗീസ്, ഞാൻ ഹണി റോസ് ജോസഫ്. അപ്പൊ വന്ന സമയത്ത് കുറച്ച് അങ്ങോട്ട് ഇങ്ങനെ ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പേര് കാരണം. കൺട്രോളേഴ്സ് മാറി വിളിക്കുക, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ചാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവര് പോകുമ്പോ പ്രതീക്ഷിക്കുന്നത് എന്നെയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കലല്ല വൈഗ എന്നുള്ള പേരിട്ടപ്പോ ആദ്യം വൈഗ മാത്രം ഉണ്ടായിരുന്നു. എനിക്ക് ചപ്പാത്തി ആയതുകൊണ്ടാ. പിന്നെ അത് റോസ് ബിരിയാണി ഭീകരമായ ഫോട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടത്തിന് ഓർഡർ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഈ റോസ് പിന്നെ ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്തതാണ്. മലയാള സിനിമയിൽ 2 ഹണി റോസുമാരാണുള്ളത്. അത് തെറ്റിദ്ധരിക്കപ്പെടേണ്ട പേര് മാറ്റി. അല്ല, എനിക്ക് ശരിക്കും പേര് എന്റെ ശരിക്കും പറഞ്ഞ ഇപ്പോഴും ചില ആൾക്കാർക്ക് പേര് മാറ്റും, ആ പേരിനോട് ഇഷ്ടം. എനിക്കിപ്പോഴും ഹണി എന്നുള്ള പേര് തന്നെയാണ്. ആദ്യം ആരെങ്കിലും ചോദിക്കുമ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോ എന്റെ പേര് ഹണിന്ന് വരും. പേര് മാറ്റിയിട്ടില്ല, സിനിമയിൽ മാത്രമാണ്. നിങ്ങൾ നമ്മൾ എങ്ങനെ ഇത്രയും വലിയ കമ്പനിയാണ്? ഞങ്ങള് ഇപ്പൊ അവിടെ പറഞ്ഞത് നമ്മള് ഈ
ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്ത് ഒരു ഷോട്ട് ചെയ്തപ്പോ നമ്മുടെ പന്തളത്ത് ശ്രീനിവാസൻ ഒരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ട് പണ്ട് 15 വർഷമായി കാണും. ആ സമയത്ത് അതിന്റെ ലോഞ്ചാ. അപ്പൊ അത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ അറിയാം. അതിനുശേഷം പിന്നെ അവിടെ ചെന്നൈയിലാണ്, അന്ന് എറണാകുളത്തായിരുന്നു. പിന്നെ 2 മൂവി ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. ഞങ്ങൾക്ക് കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ സിനിമയുടെ ഭാഗമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവള് മൊത്തമായിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ചെന്നൈക്ക് പോയി. ആ സമയത്ത് ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ഇന്ന് മാറിയായിരുന്നു. തിരിച്ചിതേപോലെ വന്നപ്പം 2 പേരും ഒരുമിച്ച് തന്നെയാ വന്നത്. അപ്പോഴും സ്റ്റാർ മാജിക് വന്നു. അപ്പൊ ആ ഷോ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ തുടങ്ങി. എനിക്കൊരു ജ്വല്ലറി ഷൂട്ട് ഉണ്ടായിരുന്നു, അത് ചെന്നൈ ആണ്. ഓൾമോസ്റ്റ് എല്ലാം എവറി ഇയർ ഒരു 2 മാസം അത് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകും. പിന്നെ നാട്ടുകാർക്കൊരു ബാധ്യത മനസ്സിലായത്. ഞാനിപ്പോ ഷൂട്ട് ചെയ്തപ്പോ പറഞ്ഞേ ഒരുമിച്ചുള്ളപ്പോ ഇന്റർവ്യൂ ഒക്കെ കോംബോ ആയിട്ട് കിട്ടും. ഒരാളെ കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള ശ്രീചേട്ടൻ അയ്യോ ഹോക്കി ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ കല്യാണത്തിന് പോയപ്പോ അപ്പൊ കണ്ടപ്പോ പുള്ളി കണ്ടുവണ്ണേ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയാ 1+1 ഫ്രീ ആണോ, എവിടെ പോയാലും 2 പേര്. അങ്ങനെയൊന്നും അല്ല, ആൾക്കാരുടെ തോന്നല. ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഇപ്പൊ കാണുന്ന 3 മാസം കഴിഞ്ഞിട്ടാ. അപ്പൊ അതൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ കാണുമ്പോ ഈ പറഞ്ഞ ഒരു ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഒന്നിച്ച് ചിലപ്പോ ചെയ്യും. ഫോട്ടോ എടുത്തപ്പോ ഞാൻ പറഞ്ഞു അടുത്ത കമന്റിനുള്ള വകയായിട്ടുണ്ട്. ഞാൻ എവിടെ കേട്ടെ, ഹണിന്ന് വിളിക്കാം. പെട്ടെന്ന് വൈകി മറന്നുപോയി. ഹണിയുടെ ഷൂട്ട് എടുത്തോണ്ടിരുന്നപ്പോ എഴുതുന്നുണ്ട് ഫോട്ടോഗ്രാഫർ സാധിക്കാൻ വിളിക്കും, കപ്പിൾ ഷൂട്ടാണോ. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ എന്റെ പാചക ചോദ്യം അങ്ങ് പൊളിഞ്ഞുപോയി. ഇനിയിപ്പോ ഞാൻ ഓണമായിട്ട് എന്ത് ചോദിക്കും, എന്റെ കോൺഫിഡൻസ് അവിടെ പോയി. ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇനി നെയ്മീനൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. അപ്പം ഈ ഹേമ കമ്മിറ്റിയും ഈ കാര്യങ്ങളൊക്കെ അത് കൊണ്ടുവന്നിട്ടാണ് പാചകം നിർത്തിയത്. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഏത് പാചകം? ഹേമ കമ്മിറ്റി കൊണ്ടുവന്നിട്ട് പാചകത്തിന് മാറിപ്പോയത്. അല്ല, നമ്മൾ തിരിച്ചു വരാമല്ലോ, പാചകത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാമല്ലോ. ഫുഡാണല്ലോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഓണത്തിന് 2 പേരും പാക്കറ്റിൽ വാങ്ങിച്ച് കഴിക്കാൻ തീരുമാനിച്ചേക്കാണ്. ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കും. പോയി കഴിക്കും, ഞാൻ പിന്നെ വീട്ടിലോട്ടും. ഓക്കെ, ഈ സാധികയുടെ ടാറ്റു ഭയങ്കര വൈറലാ യൂട്യൂബില്. എന്റെ ചോദ്യങ്ങളൊന്നും അല്ല കേട്ടോ, ഞാൻ വരുന്നത് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക. അതാ പിള്ളേർ പറഞ്ഞ ചോദ്യങ്ങളാ. ഇപ്പൊ നോക്കുമ്പോ കൂട്ടുകാർക്കും ടാറ്റു ഉണ്ട്. കൂട്ടുകാർക്ക് എത്ര ടാറ്റു ഉണ്ട്? സാധിക്ക് 3 ടാറ്റു ആണെന്ന് സാധിക്ക് പണ്ടേ യൂട്യൂബിൽ വന്നിട്ട് കൂട്ടിയിട്ടുണ്ടോ? എണ്ണം കൂട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ ഇന്റർവ്യൂ 3 വർഷം 3 വർഷം മുമ്പ് ഇന്റർവ്യൂ കണ്ടു വന്നിരിക്കുകയാണ്. ഞാൻ അപ്ഡേറ്റഡ് അല്ല. ഞാൻ ആദ്യമേ പറഞ്ഞത് വേറെ ആരെങ്കിലും എടുക്കുക. എനിക്ക് 3 സാധിക ടാറ്റു സാധിക്കാണോ ഹണിയാണോ അതിന്റെ ടാറ്റു ചെയ്യുന്നത്? അത് അവളെ ചെയ്ത് അല്ല, ഞാൻ ചെയ്തത്. സാധിക ടാറ്റുവിനോട് ഭയങ്കര പ്രണയമാണെന്ന് തോന്നുന്നു. പ്രണയമൊന്നുമില്ല. കൗമുദിയുടെ ഒരു പ്രോഗ്രാമിൽ ടാറ്റു സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ? അത് കണ്ടോടെ ചോദിച്ചാ. ഡേവിഡ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു. ആ ഡേ മുഴുവൻ എവിടെയെങ്കിലും കൊണ്ടുപോകണല്ലോ. ഓരോ സ്ഥലത്ത് ആ ഒരു ദിവസം നമ്മൾ എവിടേക്ക് പോവാ നമുക്കറിയാവുന്ന ആ സ്ഥലത്തെ കൊച്ചിയിൽ. എനിക്ക് ഒന്നാമത് കൊച്ചി കാലിക്കറ്റ് ആണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളും സംഭവം കൊണ്ടുപോകാനുണ്ട്. കൊച്ചിയിൽ എനിക്കൊന്നും കൊണ്ടുപോകില്ല. അപ്പൊ പിന്നെ ടാറ്റു ഇവിടുന്നാണ് കുത്തിയത്. ഈ ജിമ്മിൽ ഞാൻ 2 ദിവസം പോയിരുന്നു. ആൾക്കാരെ ആ ഇത് അത് കണ്ടിട്ട് സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന വർക്കൗട്ട് ചെയ്യുന്ന ആളൊക്കെ ടാറ്റു സ്റ്റുഡിയോയുടെ പ്രൊമോഷൻ വർക്കല്ലോ ആണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ സംഭവിച്ചത്. അത് 3 ടാറ്റു 6 ടാറ്റു ടാറ്റു അടിക്കുന്നോണ്ട് എന്താ പ്രയോജനം? സംശയം. കാരണം ഇത് വൈഫ് ഇടയ്ക്ക് പറയും നമുക്ക് ടാറ്റു അടിക്കാമോ, കപ്പിൾ ടാറ്റു അടിക്കാം, കപ്പിൾ അടിക്കും. പക്ഷെ എനിക്കിത് കുത്തും എന്നൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയൊരു നീഡിലിന്റെ ഒരു ഇതാണ് പെയിൻ ആണ് വരുന്നത്. പക്ഷെ അത് വൺസ് ടാറ്റു ചെയ്താൽ നമുക്ക് ടാറ്റു ചെയ്യാൻ തോന്നും. ഞാൻ അത് കണ്ടു. ഞാനിങ്ങനെ പിടിച്ചു വെച്ചു ഇടയ്ക്കിടയ്ക്ക് തോന്നും ചെയ്യണം തോന്നും. ആ ഒരു ഏർജ് വരുന്ന സമയത്ത് എന്താന്ന് വെച്ചാല് ലൈക്ക് ഞാൻ സിനിമനെ പറ്റി ആലോചിക്കും. കാരണം ഇതിരുന്ന് മയക്കാൻ പെടുന്ന പാട് കുറച്ചൊന്നുമല്ല. കാരണം മിക്ക ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ അവർക്ക് ഇതിരുന്നിട്ട് എന്റെ മുഖത്തിരുന്നേക്കാൾ മേക്കപ്പ് മുഖത്ത് അങ്ങനെ ഇടേണ്ടി വരാറില്ല. കാരണം സിനിമയ്ക്ക് അങ്ങനെ മേക്കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കിലോ മേക്കപ്പ് ടാറ്റൂന് ഇടേണ്ടി വരാറ്. നിങ്ങളൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ മേക്കപ്പ് പറയുമായിരിക്കും. ദൈവമേ, അത് പറയുന്നത് ചേച്ചി ഇത് കൈ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി.
അപ്പൊ ഇപ്പൊ ചേച്ചി തന്നെ ഒരു സാധനം വാങ്ങിട്ട് ചേച്ചി തന്നെ കൊടുക്കുന്നു. സ്ലീവ്ലെസ് വേണ്ട. ഞാൻ അവസാനം ഹിപ്പിലാണ് ടാറ്റു ചെയ്തത്. അത് ഈ സൈഡ് മുതൽ ഈ സൈഡ് വരെ ഉണ്ടായിരുന്നു. ബെൽറ്റ് പോലെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു രാവിലെ 10 മണിക്ക് ഞാൻ കയറിയിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുന്നത് രാത്രി 10 മണിക്ക്. അവസാനം ഞാൻ വിചാരിച്ചു ടാറ്റു ചെയ്ത ആളെ കൊല്ലുന്നു, വേദന സഹിക്കാനായിട്ട്. അതിനുശേഷം ഒരു ചെറിയ അമാന്തം വന്നിട്ടുണ്ട്. അതൊരു ഭംഗി, ഒരു നല്ല ബുദ്ധിമുട്ട്. കാരണം അവള് കളർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കളർ വരുമ്പോ എന്താന്ന് വെച്ചാല് ചെയ്തതിന്റെ പുറത്ത് അവര് വീണ്ടും 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 സ്കെച്ച് ചെയ്യും. ഇതുപോലെ ചെയ്തതിന്റെ മുകളിൽ ചെയ്യും. കൂടുതൽ പറയണ്ട, ഞാൻ കാണിക്കുന്ന ചോദിച്ചു ഞാൻ വയറിലായി അതുകൊണ്ട് അത് വേണ്ട. അല്ല അതപ്പം അത് ഭയങ്കര പെയിൻഫുൾ. എനിക്ക് കാലിൽ ചെയ്തപ്പം ഒന്ന് കളവടാ കാലിൽ ചെയ്യുന്ന സാധനം അപ്പോഴാണ് പെയിൻ വരിക. അതായത് ഉണ്ടായിരുന്നു, ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, ഡാർക്ക് ചെയ്തു. അപ്പം ഈ വീട് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോ വേദന കൊണ്ട് മാറി എന്ന് പറഞ്ഞു. അല്ലല്ല, ഇപ്പൊ ചെയ്യണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ളതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ആലോചനയില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിക്കൂ ഇങ്ങനത്തെ അങ്ങനെയല്ല. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് 6 കുത്തിയിട്ടിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് 5-6 കുത്തിയാളുണ്ട്. അല്ല, അത് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇത് ടൈലർ ആയിട്ടൊന്നും ഇതെന്താ അന്ന് ആ സമയത്ത് ഇതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ വിളൈ ഭയങ്കര അർത്ഥങ്ങളായിരുന്നു. ഓരോന്നിനും ഓരോ അങ്ങനത്തെ ഒരു കാല് ചെയ്തിരിക്കുന്ന ഒന്ന് നമ്മുടെ ഒരു മെർമെയ്ഡ് ഡ്രീം ക്യാച്ചർ ഒരു ഫാന്റസി കൈൻഡ് ഓഫ്. ഒരു സ്ഥലത്ത് ഫീനിക്സ് ആണ്, അത് ഈ ഫയർബേർഡ് ആണ്. അതെ, ഒരു ക്യാരക്ടർ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും. അഖിൽ മാരാരുടെ ഇന്റർവ്യൂ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് എടുത്തപ്പോ മാരാർക്ക് ഇവിടെ ഒരു ഫീനിക്സ് പക്ഷി ഉണ്ട് നെഞ്ചില്. പുള്ളി ബട്ടൺസ് അയച്ചിടും. അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടാ ഈ ബട്ടൺസ് ഇട്ടാ രസം ഉണ്ടാവും കാണാൻ. ഇല്ലടാ ഇത് കാണാൻ വേണ്ടിട്ടാണ് ഫീനിക്സ് പക്ഷിയെ പോലെ ഞാൻ പുള്ളി ആ ഒരു പടമൊക്കെ ചെയ്ത് വലുതായിട്ട് ഓടാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത് പറയുന്നത്. പക്ഷെ പുള്ളി ആ ഒരു കോൺഫിഡൻസ് അവിടെ എത്തി എന്നുള്ളതാണ്. അതുമല്ല, ഇത്രയും വേദന സഹിച്ച് ടാറ്റു ചെയ്തിട്ട് പിന്നെ ബട്ടൺസ് ഇട്ടാ പിന്നെ പോയില്ലേ ഞാൻ ഫോട്ടോ ഇടുമ്പം ചിലപ്പോ സാരി ഉടുക്കുമ്പോ സാരി ഇച്ചിരി ഇറക്കി കൊടുത്തല്ലേ കാണുള്ളൂ. അപ്പം ആൾക്കാർ ടാറ്റു മായിച്ചാ എവിടെ പോയി? എന്തൊക്കെ ആലോചനകളാണെന്നറിയാം. കാണിച്ച് പറയാളെല്ലാം കാണിച്ചാളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പല ആൾക്കാരും, ടാറ്റു കാണിച്ചു തരും, കാണാൻ പറ്റും. എനിക്ക് ഒരു എതിർപ്പുണ്ട്. പറയുമ്പോൾ ചിലപ്പം നിങ്ങളെ ഈ പുതിയ ജനറേഷൻ പിള്ളേരൊക്കെ എത്ര വിളിക്കുമായിരിക്കും. എക്സ്പോസ് ചെയ്ത് കിടന്ന ഫോട്ടോഷൂട്ടിനൊക്കെ എന്താണ് ബോൾഡ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. അതങ്ങനെ ബോൾഡ്നെസ് ആവുന്നേ അത് ഞാനത് അംഗീകരിക്കുന്നൊന്നുമില്ല. എക്സ്പോസ് ഫോട്ടോഷൂട്ട് അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളതല്ലേ ചെയ്യുന്നത്. ഞാനത് കേട്ടത് ഞാൻ പറഞ്ഞതല്ലേ, ലാംഗ്വേജ് വെച്ചതല്ലേ. അതായത് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോൾഡ്നെസ് വേണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത്ര ബോൾഡായ നമ്മുടെ ശരീരം നമ്മൾ കാണിക്കുന്ന ആണുങ്ങൾ കേട്ടിട്ടാണ് നടക്കുന്നത്. ഇഷ്ടത്തിന് ചെയ്യുന്നു. ഇപ്പൊ നമ്മള് പണ്ടത്തെ ഷൂട്ടുകൾ പണ്ടത്തെ സിനിമ എല്ലാ സിനിമയിലും ഒട്ടുമിക്ക സിനിമകളിലും ഇതൊക്കെ നോർമലൈസ് ആയിരുന്നു അല്ലേ. അതായത് കോസ്റ്റ്യൂം ആണെങ്കിലും ഒരു ഡാൻസ് ആണെങ്കിലും. നമ്മുടെ ചെമ്മീൻ സിനിമയിലൊക്കെ ഷീലാമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കോസ്റ്റ്യൂം നിങ്ങളൊക്കെ കാണിക്കുന്ന അതിനാണ് ഇപ്പൊ എക്സ്പോസിങ് എന്ന് പറയുന്നത്. മുമ്പ് സിനിമയിലൊക്കെ ഇങ്ങനത്തെ കോസ്റ്റ്യൂമും സംഭവങ്ങളും ഒക്കെ നോർമലൈസ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അത് മലയാളത്തിലേ ഉള്ളൂ. മലയാളം വിട്ട് കഴിഞ്ഞാല് സിനിമയിലും അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലും മേലിൽ ഒരു ഡ്രസ് ഇല്ലാത്ത സീനുണ്ട്. കാരണം അന്നത്തെ കൾച്ചർ സിനിമ ഇപ്പോഴും നമ്മുടെ ഇത് ചെയ്തപ്പോ 19ാം നൂറ്റാണ്ടിൽ ചെയ്തപ്പോഴും പഴശ്ശിരാജൊക്കെ വരുമ്പോഴും പഴശ്ശിരാജല്ല വേറെ 19ാം നൂറ്റാണ്ടിൽ അവർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. കാരണം ആ കൾച്ചർ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ ബ്ലൗസ് ഇട്ട് കഴിയുമ്പോഴുള്ള ഒരു സീനുണ്ട് നോക്കൂ, അതിനകത്ത് അണ്ടർ ഗാർമെന്റ്സ് ഇല്ല. അങ്ങനെയാണ് ചെയ്യുക. ഈ സാധനം കട്ട് ചെയ്തിട്ട് ഫോൺ സൈറ്റുകളിൽ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ലൈംഗികത ആലോചിക്കണം. അങ്ങനെ തോന്നുന്നുണ്ടോ മലയാളികൾ ലൈംഗിക താല്പര്യമുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഹേമ കമ്മിറ്റി ഇത്രയും സക്സസ് ആയത്.